അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഞാൻ മുമ്പ് തന്നെ ഏകദേശം കുറേ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരു ഇത്താൻ്റെ വീഡിയോ ഞാൻ ആദ്യം തന്നെ റിയാക്ട് ചെയ്ത് ഇട്ടതാണ്. എപ്പോഴാണെന്ന് മനസ്സിലായോ? ആദ്യം ഓയിസ് അസ്ഹരി എന്ന് പറയുന്ന ലൈവ് നടത്തുന്ന നൂറെ മദീന എന്ന് പറയുന്ന ആ ഒരു ലൈവിൻ്റെ മജ്ലിസിലേക്ക് നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്യൂ വന്ന സമയത്ത് തന്നെ ഞാൻ ഈ ഒരു ഇത്താനെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഏതായിട്ടും ഇരിക്കട്ടെ. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഈ ഇത്താനെ കുറിച്ചിട്ട് സംസാരിച്ചതായ പല ഉസ്താദന്മാരെയും നമുക്കിടയിൽ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതിൽ മെയിനായിട്ട് ഈ ഇത്താക്ക് ഇപ്പോൾ നല്ലോണം കൊണ്ടിട്ടുള്ളത് റസ വ്ളോഗ്സ് ഉസ്താദിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഈ അടുത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇരിക്കട്ടെ, നമുക്ക് ഇന്ന് ഈ ലോങ് വീഡിയോ ആയിരിക്കും. ഏതായിട്ടും നിങ്ങൾ മുഴുവനായിട്ടും വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. ദയവ് ചെയ്ത് ആരും സ്കിപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കേണ്ട. ഇവിടെ ഈ സാബിത്ത എന്ന് പറയുന്ന ഈ വല്യുമ്മ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നൂറെ ഹബീബ് എന്ന് പറയുന്ന ആത്മീയ മജ്ലിസിലൂടെ പണത്തിന് മാത്രം ലക്ഷ്യം വെച്ച് നടക്കുന്നതായ ആ ഒരു തങ്ങൾക്കാണ് ഈ ഇത്ത സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഈ ഇത്താക്ക് പണി എന്താണെന്ന് വെച്ചാൽ സിറാജുദ്ദീൻ ഖാസിം ഉസ്താദ് പറഞ്ഞത് ശരിയില്ല. ഈ ഇത്താൻ്റെതായ കുറേ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. പല ഉസ്താദന്മാരെയും വെച്ച് ഈ ഒരു ഇത്താൻ്റെ പണി തന്നെ ആ ഉസ്താദന്മാരെ കുറ്റം പറയുക എന്ന് തന്നെയാണ്. ഇത് ഞാൻ പറയാനുള്ള റീസൺ, പല വീഡിയോസിൻ്റെ അകത്തും ഈ ഇത്താനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരങ്ങനെ പറഞ്ഞത് ശരിയായില്ല, സ്ത്രീകൾ മാത്രമാണ് ഇങ്ങനെ പറയുന്നത്. ഞാൻ ഈ അടുത്ത് ഒരു വീഡിയോ കണ്ടു സിറാജുദ്ദീൻ ഖാസിം ഉസ്താദിനെ കുറിച്ചിട്ട് പറയുന്നത്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് സിറാജുദ്ദീൻ ഖാസിം ഉസ്താദ് ഈ തട്ടം ഇടുന്നതിൻ്റെ വിഷയത്തിൽ സ്ത്രീകളെ മാത്രമായിട്ട് പറയുന്നുണ്ട്. ഭാര്യ ഭർത്താക്കൾ തമ്മിൽ ഭർത്താവ് വിട്ടുപോയതായ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പറയുന്നില്ല. ആര് പറഞ്ഞിട്ട് ഇല്ല എന്ന് ഈ ഇത്താക്ക് കിട്ടിയ ക്ലിപ്പ് വെച്ചിട്ട് ഇത് മാത്രമാണ് പറഞ്ഞത്, മറ്റൊരു കാര്യവും പറഞ്ഞിട്ടില്ല എന്ന് ഈ ഇത്ത തീരുമാനിച്ചാൽ മതിയോ? ഉസ്താദിൻ്റെ വഅലുകൾ സന്ദർശിക്കുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ജനങ്ങൾക്കും അറിയാം, ഉസ്താദ് സിറാജുദ്ദീൻ ഖാസിം ഉസ്താദ് എല്ലാ വിഷയത്തിനെ കുറിച്ചിട്ടും സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വെളിവും അല്ലെങ്കിൽ ഒരു ബോധം പോലും ഇല്ലാത്ത വിഷയങ്ങളാണ് ഈ ഇത്താൻ്റെ വായിൽ നിന്ന് വരുന്നുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇരിക്കട്ടെ, ആ വിഷയം അവിടെ നമുക്ക് നിർത്തിവെക്കാം. ഇനി ഈ ഇത്ത പറയുന്ന ഒരു ക്ലിപ്പുണ്ട്, ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം, ഒന്ന് കേട്ട് നോക്കിയേ. അസ്സലാമു അലൈക്കും. സാബി വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിയള. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? സാബിത്താക്കും സുഖം തന്നെ. ഇന്ന് സാബിത്ത പറയാൻ വേണ്ടി വന്നെന്താന്നാ, സാബിത്താക്ക് സഹിക്കുന്നില്ല മക്കളെ. എന്താന്ന് ചോദിച്ചാൽ എന്താണെന്നറിയാം, ഈ റസ വ്ലോഗ് ഉസ്താദ് ഇതെന്തൊരു നുണയാ പറയുന്നേ, ഇതെന്തൊരു നുണയാ, എന്തെന്നാ സാബിത്ത നുണ പറഞ്ഞെന്ന് പറയും. റസ വ്ലോഗ് ഉസ്താദ് നുണ പറയുന്നുണ്ട്. നമുക്ക് എന്താണെന്ന് കേട്ട് നോക്കാം. ഇരിക്കട്ടെ, ഞാനിതിൽ ഉള്ള കാര്യം യാഥാർത്ഥ്യമായിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏറ്റെടുക്കാം. ഇത്താൻ്റെ മറ്റൊരു വിഷയം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ഇരുന്ന് ദീന് പഠിപ്പിച്ചിട്ട് ദീന് ഇങ്ങനെ വലിയ സംഭവമാക്കിയിട്ട് ദീനിൽ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട്, നിങ്ങളൊക്കെ ദിക്ർ ചൊല്ലിക്കോ, സ്വലാത്ത് ചൊല്ലിക്കോ, അത് ചൊല്ലിക്കോ, എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ ഈ ഇത്താൻ്റെ ചാനലിൻ്റെ ഷോർട്സ് നിങ്ങൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്താൻ്റെ തനി സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാവും. തുള്ളി ചാടിക്കളിക്കുന്ന വീഡിയോസാണ് അപ്ലോഡ് ചെയ്യാറുള്ളത് പതിവായിട്ട്. മാത്രമല്ല, വീഡിയോ ചെയ്യുന്ന സമയത്തടക്കം തൻ്റെ ശരീരത്തിൻ്റെ പാൻറ്റൊക്കെ ധരിച്ചതൊക്കെ ആൾക്കാർക്ക് കാണണമെന്ന രീതിയിൽ ആ സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ട് എല്ലാ ഭാഗങ്ങളും കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ, അല്ലെങ്കിൽ ഞാൻ പാൻറ്റ് ഇട്ടിട്ടുണ്ട് എന്ന്, ഷൂ ഇട്ടിട്ടുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി തന്നെ ഈ ഇത്ത ഇങ്ങനെ ക്യാമറയൊക്കെ സ്ക്രോൾ ചെയ്ത് കാണിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും ദീന് പറയുന്ന ഈ ഇത്താൻ്റെ സ്വഭാവം ഇതാണ്. ഈ ഇത്താനെ മാത്രമല്ല, പല ആൾക്കാരും ഇപ്പോൾ പല വയസ്സായിട്ടുള്ള ഉമ്മമാരൊക്കെ ഇപ്പോൾ യൂട്യൂബിൻ്റെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫീഡിലോ അല്ലെങ്കിൽ മറ്റേ ഇൻഫ്ലുവൻസർ ആവണമെന്ന രീതിയിൽ ചാടിക്കയറി എന്തൊക്കെയോ അഭിപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്. യൂട്യൂബ് സ്ത്രീകൾ ചെയ്യാൻ പാടില്ല എന്നൊരിക്കലും ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് അതിൻ്റെതായ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഒന്നിരിക്കലും കുക്കിംഗ് വീഡിയോസ് ഒന്നും കാണിക്കാതെ നിങ്ങൾക്ക് ഇപ്പോൾ എത്രയോ ചാനൽസ് ഉണ്ടല്ലോ, ഞാൻ എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കുറേ ചാനൽസൊക്കെ അവരുടേതായ രീതിയിൽ കുക്കിംഗ് ചെയ്യുന്ന വീഡിയോസൊക്കെ വെറും ആ പാത്രം മാത്രം കാണിച്ചുകൊണ്ടും മറ്റു രീതിയിലൊക്കെ അവർ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നുണ്ട്, ഷോർട്സ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പോകുന്ന സ്ഥലങ്ങളെ മാത്രം കാണിച്ചുകൊണ്ട് അവർ വ്ളോഗ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്.
അതൊക്കെ ഞാൻ വിരോധിക്കുന്നതല്ല. പക്ഷേ ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ട് ഇങ്ങനെ വന്നിരുന്ന് ദീന് പറയാൻ ഒരു അവകാശവും ഇവർക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താവുന്നതാണ്, വീഡിയോ ചെയ്ത് ഇറക്കാവുന്നതാണ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഞാൻ ഈ പറയുന്ന കാര്യത്തിനോട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും പറയുകയാണ്, ഈ പറയുന്ന വീഡിയോസൊക്കെ ഇല്ലെങ്കിൽ ഞാനിപ്പോൾ സംസാരിച്ച സംസാരങ്ങളൊക്കെ ഒരു യഥാർത്ഥ മുഅ്മിനെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ ഒരു യഥാർത്ഥ മുസ്ലിമിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ പറയുന്നുള്ളത്. കാരണം വഴിപ്പിഴച്ച് ആൾക്കാർ ഇത്തരത്തിലുള്ള ആൾക്കാരെ കൂടെ ചേർന്ന് പോകുന്നുണ്ടോ എന്നൊരു ഭയം കൊണ്ടാണ് ഈ വീഡിയോയിൽ ഇങ്ങനെ പറയാനുള്ള റീസൺ. ഒരിക്കലും ഇതൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട വീഡിയോസ് അല്ല എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇനിയിപ്പോൾ വീഡിയോ റിയാക്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എങ്ങനെ ചെയ്താലും ഞാൻ ഈ പറഞ്ഞ കാര്യം ഒരിക്കലും ഞാൻ തിരുത്താൻ പോകുന്നില്ല. ഇതിൽ ഞാൻ പറഞ്ഞത് 100% ഉറപ്പായിട്ട് ശരിയായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ബാക്കി വിഷയങ്ങൾ കേട്ട് നോക്കാം. നൂറെ ഹബീബ തങ്ങളല്ലാന്ന് ഉസ്താദ് പല യൂട്യൂബിലും വന്ന് പറഞ്ഞില്ല. ഉസ്താദിന്റെ വീഡിയോസിൽ ഉസ്താദ് തങ്ങൾ തന്നെയാണ്. ഇന്നും ഞാൻ എൻ്റെ അരിയത്തുള്ള എൻ്റെ അടുത്ത സ്റ്റോപ്പിലുള്ള ഒരാളെ കണ്ട് അപ്പം വീഡിയോസിൻ്റെ കാര്യമെല്ലാം പറഞ്ഞപ്പം പിന്നെ ഞാൻ പറഞ്ഞ് റസാ വ്ലോഗ് ഉസ്താദ് ഇങ്ങനെ തങ്ങളെല്ലാം ഓരോ ഐഡൻറ്റിറ്റിയും കാർഡും എല്ലാം കാണിച്ചിട്ടും പിന്നെ ഓർ തങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞ ഒരാളല്ലേ റസാ വ്ലോഗ് ഉസ്താദ് എന്ന് ഓർന്നതാണ് പറഞ്ഞത്. അത് പിന്നെ സാബീത്ത പറഞ്ഞതാണ് ശരി. എന്നോടെ പറഞ്ഞ കുടുംബക്കാരുടെ വീടിൻ്റെ അടുത്ത പോലെ തങ്ങളെ വീട്. അവര് തങ്ങളാണോ ഇല്ലേ എന്നുള്ളത് ഞാനിവിടെ പറയുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ തങ്ങളുടെ ഒരു സിൽസിലയിൽ വന്നതായ ആ ഒരു അവരുടെ ഒരു എന്താ പറയുക, അതായത് ഇപ്പോൾ ഈ തങ്ങളുടെ മെയിനായിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ അവരുടെ മെയിൻ കേന്ദ്രത്തിൽ തന്നെ അവർ ഒരു ലെറ്ററിൽ അയച്ചു തന്നിട്ടുണ്ട്. ഇവർ നമ്മുടെ ഇതിൽപ്പെട്ട ആൾക്കാരല്ല എന്ന രീതിയിൽ ഒക്കെ ലെറ്റർ പാഡൊക്കെ റെഡിയാക്കിയിട്ട് അതൊക്കെ ഇട്ടതാണ്, ഓൾറെഡി എല്ലാവരും കണ്ടതുമാണ്. ആ ഒരു അടിസ്ഥാനത്തിൽ ഇദ്ദേഹം തങ്ങളല്ല എന്നാണ് പറഞ്ഞു വരുന്നുള്ളത്. ആ ഒരു തെളിവ് കൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ തങ്ങളല്ല എന്ന് പറയുന്നുള്ളത്. പക്ഷേ ഇവിടെ ആ നൂറെ ഹബീബ് എന്ന് പറയുന്ന ആ തങ്ങൾ കാണിച്ചു കൂട്ടുന്നതായ ചില വിഷയങ്ങളൊക്കെയാണ് നമ്മൾ തിരുത്തി കൊടുക്കുന്നുള്ളത്. അല്ലാതെ തങ്ങളെ തീർച്ചയായിട്ടും മുഴുവനായിട്ടും നമ്മൾ വിമർശിക്കുകയല്ല. കുറേ കാര്യങ്ങൾ പിഴവുകൾ വരുന്നുണ്ട്. അതിനെയൊക്കെയാണ് നമ്മൾ വിരോധിക്കുന്നതും അതിനെയൊക്കെയാണ് നമ്മൾ വിമർശിച്ചുകൊണ്ട് വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരു വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ ആ തങ്ങളെ അടിച്ച് താഴേക്ക് കൊണ്ടുവരണം എന്ന രീതിയിലല്ല. കൊടിമരം കെട്ടി ഒരിക്കലും പാടില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തത്. ഗുരുവായൂരപ്പനെ വിളിച്ചുകൊണ്ട് ആ സംസാരിച്ച സംസാരങ്ങൾ മാത്രമല്ല, ഖുർആൻ ഓതുന്ന സമയത്ത് ചില പിഴവുകൾ വന്നത്, ഇങ്ങനെ പല കാര്യം എണ്ണിയാൽ തീരാത്തത്ര വിഷയങ്ങളാണ് ഈ തങ്ങളെ കുറിച്ചിട്ട് നമുക്ക് കാണാനും കേൾക്കാനും കഴിഞ്ഞിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ വിമർശിച്ചത്, അല്ലാതെ ഒരിക്കലും വേറൊന്നിനെയും കുറിച്ചിട്ടല്ല. മാത്രമല്ല, പണത്തിന് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഒരു മജ്ലിസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ വിമർശിച്ചത്. ആ ഈൽപ്പെട്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ള പണത്തിന് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പല ആൾക്കാരും യൂട്യൂബ് ചാനൽ തുറന്ന് ലൈവുകൾ ചെയ്യുന്ന കുറേ ആൾക്കാർ ഇനിയുമുണ്ട്. ആ തങ്ങളെ മാത്രമല്ല ഞാൻ പറയുന്നത്, പല ആൾക്കാരുമുണ്ട്. ഗൂഗിൾ പേയും വെച്ചുകൊണ്ട് പണം അയക്കുക, 313 അയക്കുക, 756 അയക്കുക എന്ന് പറയുന്ന എത്രയോ ഉസ്താദന്മാർ അടക്കമുണ്ട്. ഓപ്പണായിട്ട് പറയാം, ഉസ്താദന്മാർ തന്നെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് വരും വീഡിയോകളിൽ അത്തരത്തിലുള്ള ആൾക്കാരെ ഞാൻ പുറത്തു കൊണ്ടുവന്നിരിക്കും. കുടുംബം തന്നെയാണ് കുടുംബം തന്നെയാണ്. അവര് അത് ഉറപ്പിച്ചിട്ട് അവര് എന്നോട് പറഞ്ഞവരെ കുടുംബക്കാരുടെ വീടിൻ്റെ അടുത്താണ് പോലും തങ്ങള്. അന്നേരം ഞാൻ പറഞ്ഞു, എൻ്റെ മക്കളെ ഞാനും പറഞ്ഞു ഓരോ ഐഡന്റിറ്റി കാർഡ് വരെ എല്ലാ ഓരോ ഉപ്പയും ഓരോ ഏട്ടനും അഞ്ചനും എല്ലാം പറഞ്ഞു. ഇവിടെ അതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. പിന്നെ നമുക്ക് കേട്ടു നോക്കാം ബാക്കി ഭാഗങ്ങൾ. പോലെ തങ്ങളല്ല ഇങ്ങനത്തെ അത് മറ്റുള്ളവരെ വെച്ചിട്ട് ദീൻ പഠിച്ചവരോടാണ് ഞാൻ പറയുന്നത്. ഇസ്ലാമിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. ദീൻ പഠിച്ച ആളുകൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ എല്ലാ റസാബ്ലോ ഉസ്താദെ നിങ്ങൾ എന്ത് മണ്ടത്തരങ്ങൾ വിളിച്ച് പറയുന്നത്. ഇങ്ങനെ ഇതിനെല്ലാം നിങ്ങൾക്ക് തങ്ങളെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കാൻ നിങ്ങൾ പോവുക. മക്കളെ, ഞങ്ങളെ സ്വന്തം നാടിൻ്റെ തൊട്ടടുത്തുള്ള ഒരാളാ എന്നോട് ഇന്ന് പറഞ്ഞ വാക്കാണ്. പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഓപ്പണായിട്ട് പറയാനുള്ള റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പബ്ലിക്കായിട്ടാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ പബ്ലിക്കായിട്ട് തന്നെ വിമർശിക്കാൻ വേണ്ടി കഴിയണം.
അല്ലാതെ അതിനെ ഇങ്ങനെ തങ്ങളെ മാത്രം അറിയിച്ചുകൊണ്ട് അത് പല ആൾക്കാരും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ പറയുകയാണ്, ഇത്തരത്തിൽ പബ്ലിക്കായിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോസുകൾ കണ്ടു കഴിഞ്ഞാൽ അതിന് പബ്ലിക്കിൽ തന്നെ നിങ്ങൾ റിയാക്ട് ചെയ്ത് വീഡിയോ ഇറക്കണം. അത് എവിടെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ഉണ്ടെങ്കിലും എന്നോട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഞാൻ അതിനെ പബ്ലിക്കായിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആരാവട്ടെ, ഇനി ഉസ്താദന്മാരാവട്ടെ ആര് വേണമെങ്കിലും ആവട്ടെ, പബ്ലിക്കായിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ ചാനൽ തന്നെ പബ്ലിഷ് ചെയ്യും. നിങ്ങൾക്ക് എനിക്ക് അയക്കാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് നോക്കിയാൽ അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. തങ്ങൾ തന്നെയാണ് ഓല കുടുംബക്കാരുടെ വീടിന്റെ അടുത്ത പോലും പിന്നെ ഈ തങ്ങളെ വീട് കിടക്കുന്നത്. ഓർ തങ്ങൾ തന്നെയാണ്. പക്ഷെ ഓർക്കും പിന്നെ ഇപ്പോൾ വേണ്ടിയിട്ട് ഇസ്ലാമിലേക്ക് വരുന്നവരോടാണ് പറയുന്നത്, ഇസ്ലാമിന്റെ ആൾക്കാരോടാണ് പറയുന്നത്, ഇസ്ലാമായി നടക്കേണ്ടവരോടാണ് പറയുന്നത്. ആൾക്കാരുടെ മുന്നിൽ ബങ്കീഷ് എടുക്കുക, എന്നിട്ട് ഡോളർ ഉണ്ടാക്കുക. ഉസ്താദെ ഉസ്താദെ എന്നോട് പറയട്ടെ, നിങ്ങൾ ജനങ്ങളെ നിങ്ങൾക്ക് കമ്പളിപ്പിക്കാം. നിങ്ങൾ സത്യമായ ദീന് പറയുമ്പോഴാണ് ജനങ്ങളെ കബളിപ്പിക്കുക എന്ന് പറയുന്നത്. അവിടെ ഉസ്താദ് റസബ്ലാഗ് ഉസ്താദിനെ മാത്രമായിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് നിങ്ങൾ വിചാരിക്കേണ്ട. ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഒന്നും ശരിയല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതിനെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ റസബ്ലാഗ് ഉസ്താദ് പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു ദീനിൻ്റെ കാര്യങ്ങൾ പറയേണ്ടത് അത് ഉസ്താദന്മാർ തന്നെയാണ്. അത് എന്ത് തെളിവ് സഹിതം ഹദീസ് അടക്കം വെച്ചുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. ഒരു തെളിവുമില്ലാതെ അവർ ഒരിക്കലും വീഡിയോ ചെയ്യുന്നില്ല. അതിനെയൊക്കെ അവർ ഇത് റസബ്ലാഗ് ഉസ്താദ് പറഞ്ഞത് ശരിയല്ല, ആ ഉസ്താദ് പറഞ്ഞത് ശരിയല്ല, സിറാജുദ്ദീൻ ഖാസിം ഉസ്താദ് പറഞ്ഞത് ശരിയല്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ ഉമ്മാമക്ക് എന്താണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ദയവ് ചെയ്ത് എനിക്ക് സംസാരിക്കാൻ വാക്കുകളില്ല ഈ വല്യമ്മാൻ്റെ വിഷയത്തിൽ. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ അവരുടെ പിന്നാലെ പോവുകയോ അവരെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് പോയാൽ നാളെ ആഖിറം നിങ്ങൾക്ക് വളരെ 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 കഠിനമായിരിക്കുമെന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ ഓർത്ത് വെക്കുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ഇവൻ എന്ത് വേറെ പണിയൊന്നും ഇല്ലയെന്ന് വിചാരിക്കും. പക്ഷേ എഴുതി വെച്ചോ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. ഇത്തരത്തിലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യഥാർത്ഥ ദീനിലുള്ള ആൾക്കാർ, മുസ്ലിം എന്ന നാമധാരികൾ, പേര് വെച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ ഇത്തരത്തിലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഇത് പാടില്ലാത്ത കാര്യമാണ്. ഓർത്ത് വെച്ചോ, വെറുതെ ഇല്ലാതെ കുറ്റക്കാരാവാൻ പോകേണ്ട. ഇൻഷാ അല്ലാഹ് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് യഥാർത്ഥ ദീനിനെ മുറുകെ പിടിച്ച് മുമ്പോട്ട് കഴിയാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ.